നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ നൽകുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള വിഷയം എന്ന് പറയുന്നത് ഈ ശനി കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വക്രഗതിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇപ്പോൾ വക്രഗതി മാറിയിട്ടുണ്ട്. നവംബർ 15 മുതൽ വക്രഗതി മാറിയിട്ട് നേർഗതിയിൽ വീണ്ടും മുന്നോട്ട് സഞ്ചരിക്കുന്നു. 2025 മാർച്ച് 29 ആകുമ്പോഴത്തേക്കും മീനൻ രാശിയിലേക്ക് ശനി പ്രവേശിക്കുന്നു. ഇപ്പോൾ രാശിചക്രത്തിലെ ശനിയുടെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശനിയും വ്യാഴവുമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന രണ്ട് ഗ്രഹങ്ങൾ. ബാക്കിയുള്ളതൊക്കെ ഒരു മാസം അല്ലെ 1.5 മാസം, ചിലത് ഒരു മാസത്തിൽ താഴെയൊക്കെയാണ് ഒരു രാശി കൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവ നൽകുന്ന താൽക്കാലിക ഫലങ്ങളെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലത്തേക്കേ ഉള്ളൂ. സൂര്യന്, ബുധന്, ശുക്രൻ തുടങ്ങിയ ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ വളരെ ചെറിയ കാലമാണ് ഒരു രാശി നിൽക്കുന്നത്. പക്ഷേ വ്യാഴം ഒരു വർഷം മുഴുവനായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ശനിയാണെങ്കിൽ 2.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇപ്പം കുംഭൻ രാശിയിൽ കയറിയിട്ട് 2.5 വർഷം അതിലൂടെ സഞ്ചരിച്ച ശേഷം മീനം രാശിയിലേക്ക് 2025 മാർച്ചിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ശനി വക്രഗതിയിൽ നിന്ന് മാറി നേർഗതിയിൽ വരുമ്പോൾ കുറേ രാശിക്കാർക്ക് നല്ല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് ഈ ശനി തിരികെ നേർഗതിയിലേക്ക് വന്നപ്പോൾ ചില നക്ഷത്രക്കാർക്ക് അത് ദോഷഫലമാണ് ഉണ്ടാക്കുന്നത്. അതായത് വക്രഗതിയിലായിരുന്നപ്പോൾ കണ്ടകശനിയുടെയും ഏഴരശനിയുടെയും അഷ്ടമശനിയുടെയൊക്കെ ദോഷഫലങ്ങൾ കുറഞ്ഞു നിന്ന ആൾക്കാർക്ക് വീണ്ടും ശനി തിരിച്ചു വരുമ്പോൾ, നേർഗതിയിലേക്ക് വരുമ്പോൾ ആ ദോഷങ്ങൾ കുറേശ്ശെ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ ശനി ഏതാണ്ട് അടുത്ത രാശിയിലേക്ക് കടക്കാനുള്ള ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഈ ഫലങ്ങളുടെ തീവ്രതയിൽ അല്പം കുറവ് വരും. മറ്റൊന്ന്, ശനി കുംഭൻ രാശിയിൽ മൂലത്രികോണത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ആ ശനിയുടെ മാരക ദോഷങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അധികമായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും ഞാനിതിൻ്റെ ഓരോ കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ വഴിപാടുകളൂടെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. തടസ്സങ്ങളൊക്കെ മാറാനായിട്ട് ഉത്തമമായിരിക്കും. എപ്പോഴും മനഃശുദ്ധിയും ശരീരശുദ്ധിയുമെല്ലാം പാലിച്ചുകൊണ്ട് വേണം ക്ഷേത്ര ദർശനം നടത്താനും വഴിപാടുകൾ ചെയ്യാനും. നമ്മൾ ഈ വഴിപാട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നല്ലത് വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ മാറുക എന്നുള്ളതല്ല പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ വരണം എന്ന് തന്നെ വേണം പ്രാർത്ഥിക്കാൻ. അപ്പോൾ നമ്മളിലേക്ക് അനുഭവങ്ങൾ വരും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റ് ചിന്തകളൊന്നും പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണോ നമുക്ക് കിട്ടേണ്ട അനുഗ്രഹം എന്താണോ അതിനെപ്പറ്റി മാത്രം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഈ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ അർപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും കുറേ വിമർശനങ്ങൾ അതിനകത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ കണ്ടകശനിയും അഷ്ടമശനിയും ഏഴരശനിയൊക്കെ വരുന്ന ആൾക്കാർക്ക് രോഗാദി ദുരിതങ്ങളും തടസ്സങ്ങളും അധികാര സ്ഥാനങ്ങളിൽ നിന്നുള്ള എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ നക്ഷത്രക്കാരുടെയായിട്ട് നോക്കാം. കൂറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗ്രഹചാരഫലം പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോ കൂറിലും വരുന്ന ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്ന് നമുക്ക് നോക്കിപ്പോകാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് മീനക്കൂറുകാരുടെ കാര്യമാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതിയുടെ അവസാന പാദം, അതുപോലെ തന്നെ ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മീനക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ശനി അവരുടെ കൂറിലേക്ക് കടക്കാൻ പോവുകയാണ്. 12ലാണ് ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏഴര ശനിയുടെ 3 ഭാഗങ്ങളുള്ളതിൽ, അതായത് 12ൽ ശനി, ജന്മശനി, 2ൽ ശനി, ഇങ്ങനെ 3 ഘട്ടങ്ങളായിട്ടാണ് ഏഴര ശനി കടന്നു പോകുന്നത്. അതിൽ ആദ്യ ഘട്ടത്തിലാണ് ഇപ്പം മീനക്കൂറുകാർ ഉള്ളത്, അതായത് പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതിക്കാർ ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ശനി വക്രഗതിയിൽ നിന്ന് നേർഗതിയിലേക്ക് വരുമ്പം ഏഴര ശനിയുടെ ആ വിഷമങ്ങൾ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങും. കുറച്ച് നാളുകളായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ സാധിച്ച് കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും തടസ്സങ്ങൾ ആരംഭിച്ചു തുടങ്ങും. എങ്കിലും ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. വിവാഹം, ഗൃഹനിർമ്മാണം മുതലായ കാര്യങ്ങളിൽ അനുകൂല അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ഓർക്കണം. ശനി തരുന്ന അനുഭവങ്ങളെപ്പറ്റി ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. ശനി നമുക്ക് വളരെ പ്രത്യേകമായ അനുഭവങ്ങളാണ് നൽകുന്നത്. അപ്പം വിവാഹം എന്ന് പറയുന്നത്
നമ്മൾ വിചാരിക്കും സന്തോഷകരമായ കർമ്മമാണ്, പക്ഷേ അവിടെ പണച്ചെലവുണ്ടാകുന്നു. ഗൃഹനിർമ്മാണം പണച്ചെലവ് വരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിദേശയാത്രയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവിടെയും ധനത്തിൻ്റെ ചിലവ് വരുന്നു. അപ്പോൾ ഇത് മൂന്നും സാധിക്കുമെങ്കിലും മറ്റൊരു വശത്ത് നമ്മളെ അല്പം ഞെരുക്കുന്ന കാര്യം കൂടിയാണ് എന്നുള്ളത് സൂചിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സ് കലുഷിതമാകുന്ന രീതിയിൽ ചിന്തകൾ, അമിതമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാകും. മനസ്സിന് വല്ലാത്ത ഒരു കാര്യവും ഇല്ലെങ്കിലും മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അമിത അധ്വാനം, വിശ്രമക്കുറവ്, ഈ തുടങ്ങിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് എത്ര കഠിനമായിട്ട് അധ്വാനിച്ചാലും അതിൻ്റേതായ അംഗീകാരം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കും. വ്യാഴം 3 അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് ദൈവാധീനം കുറയും. അതുകൊണ്ട് ഈ 2 കാര്യം വരുന്നതുകൊണ്ടാണ് ഈ മീനക്കൂറ് ആദ്യം എടുത്തു പറഞ്ഞത്. വ്യാഴം 3-ലാണ്. 3, 6, 8, 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ദൈവാധീനം വളരെ കുറയുന്നതാണ്. വ്യാഴം മറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ വ്യാഴം 3-ൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ശനി 12-ൽ സഞ്ചരിക്കുന്നു. അപ്പം അനാവശ്യ ചിന്തകളുണ്ടാവും. ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് വിനയായിട്ട് വരും, വിഷമസന്ധികൾ ഉണ്ടാക്കും. ആത്മീയ കാര്യങ്ങൾ, യോഗ, ധ്യാനം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ നല്ലൊരു പരിധിവരെ മനസ്സമാധാനം കൈവരിക്കാം. അപ്പം നല്ല പ്രാർത്ഥന എല്ലാവർക്കും ചെയ്യാവുന്നതാണല്ലോ. ശരീരത്തിന് വിഷമമുള്ളവർക്ക്, ശരീരത്തിന് എന്തെങ്കിലും വിഷമങ്ങളും വൈകല്യങ്ങളൊക്കെ ഉള്ളവർക്ക് പോലും ചെയ്യാവുന്നതാണ് പ്രാർത്ഥന. അപ്പം നമുക്കത് നമ്മുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് ചെയ്യാം. മനസ്സിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലൂടെ മനസ്സമാധാനം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ വിഷമങ്ങൾ പറയുമ്പോൾ കുടുംബത്തിലും നമുക്ക് അംഗീകാരം കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടും. കുടുംബക്കാർ പോലും നമ്മളെ അവഗണിക്കുന്നതായിട്ട് തോന്നും. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് ചീത്തപ്പേര് കേൾക്കേണ്ടി വരും. ചെലവുകൾ വർദ്ധിക്കുകയും ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ തുക കണ്ടെത്തേണ്ട ബാധ്യതയൊക്കെ ഉണ്ടാകും. 5-ൽ ചൊവ്വ നിൽക്കുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില അനുഭവങ്ങളും മീനക്കൂറുകാർക്ക് ഉണ്ടായേക്കാം. അതായത് പൂരിട്ടാതി, ഉത്രട്ടാതി, രേവതി. അപ്പോൾ ഇങ്ങനെ 2-3 കാര്യങ്ങളിലാണ് ഈ 3 നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അത് ആദ്യമേ എടുത്തു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താക്ഷേത്രത്തിൽ ശനിയാഴ്ച ദർശനം നടത്തി നീരാഞ്ജനം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ ചെയ്യുക. അപ്പം ശനിദോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശാസ്താവിന് നൽകുന്ന വഴിപാടുകൾ. അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ശനി ഭഗവാൻ എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക. അതോടൊപ്പം ചൊവ്വയ്ക്കും വ്യാഴത്തിനും കൂടെ ദീപം തെളിയിക്കുന്നത് നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം നൽകുന്നത് ഉത്തമമാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നതും നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഗുണകരമാണ്. അതുപോലെ തന്നെ എല്ലാ മതക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ് ദാനധർമാദികൾ, അന്നദാനം തുടങ്ങിയ പൊതുവായിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുക. ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുക, മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. ഇങ്ങനെ പല രീതിയിൽ ദാനധർമാദികൾ ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ മക്കളുടെയൊക്കെ വിവാഹത്തിന് ധനസഹായം ചെയ്യുക. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ദാനങ്ങൾ ചെയ്യുക. അതെല്ലാ മതക്കാർക്കും ചെയ്യാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 3 രീതിയിൽ ദോഷം വരുന്നതുകൊണ്ടാണ് മീനക്കൂറിനെ ഞാൻ ഈ വഴിപാടുകളും കൂടെ എടുത്തു പറയാനായിട്ട് കാര്യം. ചൊവ്വയ്ക്കുള്ളത് ചെയ്യണം, അതായത് ശനിയുടെ ദോഷത്തിന് പരിഹാരം ചെയ്യണം, വ്യാഴദോഷത്തിന് പരിഹാരം ചെയ്യണം, അതുപോലെ തന്നെ ചൊവ്വയുടെ ദോഷത്തിനും പരിഹാരം ചെയ്യണം. അടുത്തത് കുംഭക്കൂറാണ്. അതായത് അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയവും പൂരിട്ടാതി ആദ്യ 1/4 ഭാഗവും. അപ്പോൾ കുംഭക്കൂറിൽ വരുന്നവർക്ക് ഒരു പ്രത്യേകത എന്താണ്? അവരുടെ ജന്മക്കൂറിൽ കൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. അവിട്ടം, ചതയം, പൂരിട്ടാതി. അവർക്ക് കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ ശനിയുടെ വക്രകാലമായിരുന്നതുകൊണ്ട് പ്രയാസമൊന്നുമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു, വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ. ഇപ്പം വക്രഗതി മാറിയിട്ട് നേർഗതിയിലേക്ക് വരുമ്പോൾ ചെയ്യുന്ന ജോലിയിലാണ് ഏറ്റവും പ്രധാനമായിട്ടും ആദ്യം റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിത തടസ്സങ്ങൾ വരാം. നിസ്സാര കാര്യങ്ങൾക്ക് സഹപ്രവർത്തകരുമായിട്ട് കലഹിക്കാൻ ഇടവരും. വൈകാരിക നിയന്ത്രണം ശീലമാക്കിയില്ലെങ്കിൽ ജോലി സ്ഥലത്ത് വലിയ ബുദ്ധിമുട്ടുകൾ, പൊട്ടിത്തെറികളൊക്കെ നേരിടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യത്തിലും പ്രതികരിക്കുമ്പം ഒരു നിയന്ത്രണം വേണമെന്നർത്ഥം. ഒരു കാര്യത്തിലും എടുത്തിയാട്ടം പാടില്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുമ്പോൾ, അതായത് ഏതെങ്കിലും സ്ഥലത്ത് പണം നിക്ഷേപിക്കുമ്പോഴൊക്കെ നന്നായിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനകത്ത് അനുഭവ പരിചയമുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടം വന്നേക്കാം. കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ പരസ്പര ധാരണയില്ലായ്മ ഉണ്ടായേക്കാം.
ബന്ധുക്കളുമായിട്ട് തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ശനി കുംഭൻ രാശിയുടെ നാഥനും ആ രാശി ശനിയുടെ മൂലത്രികോണ രാശിയുമായതുകൊണ്ട് പൊതുവെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത കാലവുമായിരിക്കും. ശരാശരി ജീവിത നിലവാരം എപ്പോഴും പുലർത്താനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ലാഭം ഉണ്ടാകും, ചിലപ്പോൾ അല്പം നഷ്ടം വരും. മാരകമായ ദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. കാരണം കുംഭൻ രാശി ശനിക്ക് വളരെ ഇഷ്ടപ്പെട്ട രാശിയാണ്. പുതിയ വ്യാപാര ബന്ധങ്ങളിൽ ഇടപെടുമ്പോൾ സൂക്ഷ്മത പുലർത്തണം. എല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിശ്വസ്തരായിരിക്കുകയില്ല. ഈ സമയത്ത് നമ്മൾ പരിചയപ്പെടുക, പുതിയ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വിശ്വസ്തരായിരിക്കണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായ രേഖകൾ, എഗ്രിമെൻറ്റുകളൊക്കെ വെക്കേണ്ടതാണ്. ഷെയറുകളിലും മറ്റും നേരത്തെ പണം മുടക്കിയവർക്ക് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിരാശ മാറി വരുന്നതാണ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പം ഈ ഷെയറുകളിലൊക്കെ പൈസ മുടക്കിയിട്ട് പൈസ പോയല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവർക്ക് താമസിയാതെ തന്നെ മാർക്കറ്റ് അതിൻ്റെ പഴയ അവസ്ഥ വീണ്ടെടുത്ത് നല്ലൊരു റിസൾട്ട് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല അതിനകത്ത്. പക്ഷേ ഇപ്പോൾ അധികം പണം മുടക്കുന്നത് ആശാസ്യമല്ല ഈ ഒരു സമയത്ത്. ജോലിസ്ഥലത്തൊക്കെ ആണെങ്കിൽ കീഴ് ജീവനക്കാരെ കൂടെ നിർത്തുകയും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കമ്പനിക്ക് ഗുണകരമാണോ, സ്ഥാപനത്തിന് ഗുണകരമാണോ എന്നുള്ളത് നിരീക്ഷിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസ്തരല്ല ഈ സമയത്ത്. അതുകൊണ്ടാണ് നമ്മളത് സൂക്ഷിക്കണം അല്ലെങ്കിൽ നിരീക്ഷിക്കണം എന്നൊക്കെ പറയുന്നത്. പിന്നെ മാതാപിതാക്കളുടെ ചികിത്സയ്ക്കായിട്ട് കൂടുതൽ പൈസ ചിലവാക്കേണ്ട അവസ്ഥയും ഉണ്ടായേക്കാം. അപ്പോൾ ഈ മകരവും കുംഭവും രാശികൾ ശനിയുടെ സ്വന്തം ക്ഷേത്രങ്ങളാണല്ലോ. അതുകൊണ്ട് പിന്നെ ഈ പ്രതിസന്ധികളൊക്കെ വന്നാലും ആ കൂറുകളിൽ ജനിച്ച ആളുകൾക്ക്, അതായത് മകരക്കൂറിലും കുംഭക്കൂറിലും ജനിച്ച ആളുകൾക്ക് ശനി കൊണ്ടുള്ള പ്രതിസന്ധികൾ വന്നാലും ശനി ഭഗവാൻ തന്നെ അതൊരു പരിഹാരം ഉണ്ടാക്കിത്തരും. അതങ്ങനെയാണ്, ആ പ്രപഞ്ചത്തിൻ്റെ ഒരു സിസ്റ്റമാണത്. അപ്പം ഒരു ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും. ഈ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്കുള്ളൊരു ക്ലാസ്സാണ്, ഒരു അനുഭവമാണത്. നമ്മളെ പലതും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണത് ചെയ്യുന്നത്. അപ്പം വൈകാതെ അതിനുള്ള പ്രതിവിധിയും ശനി ഭഗവാൻ തന്നെ കൊണ്ടുതരുന്നതാണ്. ഏഴര ശനിക്കാലത്ത് ജീവിതത്തിൽ എപ്പോൾ വഴിമുട്ടിയും തോന്നിയാലും ശനീശ്വര ഭഗവാന്റെ സ്തോത്രം 7 തവണ നിർത്താതെ ചൊല്ലുക. നവഗ്രഹ ക്ഷേത്രത്തിലെ ശനീശ്വര സ്തുതി ചൊല്ലുക. അങ്ങനെ 7 തവണ നമ്മൾ ഇത് ജപിച്ച് കഴിയുമ്പോഴത്തേക്കും ബുദ്ധി പെട്ടെന്ന് തെളിഞ്ഞ് ഒരു മാർഗം തെളിയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതോടൊപ്പം തന്നെ ശാസ്താവിന് എള്ളുതിരി തെളിയിക്കുക, നീലപ്പട്ട് സമർപ്പിക്കുക, അതുപോലെ തന്നെ ശനിയാഴ്ച എള്ളു പായസം വഴിപാടായിട്ട് നൽകുക തുടങ്ങിയവയും വളരെ ഗുണകരമാണ്. വ്യാഴം 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവം കുടുംബത്തിൻ്റെ സ്ഥാനമാണല്ലോ. വലിയ ഗുണകരമല്ലെങ്കിലും സാമാന്യമായ കുടുംബസമാധാനം ഉണ്ടാകും. വ്യാഴത്തിന് 4-ാം ഭാവം അത്ര ഗുണകരമൊന്നുമല്ല, എങ്കിലും ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില ഗുണങ്ങൾ ഉണ്ടാകും. കുടുംബദേവതയ്ക്ക് ഒരു പട്ടും ഒരു പിടി നാണയവും സമർപ്പിക്കുക. അതായത് പണക്കിഴിയാണ് പണ്ട് നമ്മൾ സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ നാണയം എണ്ണിയെടുക്കരുത്. ഒരു പിടി നാണയം നമ്മൾ ഒരു നാണയക്കൂട്ടത്തിൽ നിന്ന് ഒരു പിടി നാണയം എടുത്ത് ഒരു പട്ടിൽ കെട്ടി അത് ഭക്തിപൂർവ്വം സമർപ്പിക്കുക കുടുംബദേവതയ്ക്കാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മറ്റ് ദേവതകളുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നമ്മളിലോട്ട് എത്തിച്ചേരുള്ളൂ. ഇനി അടുത്തത് ഏതാണ്? കാർത്തിക അവസാനത്തെ 3/4 ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതി എന്നിവ ഉൾപ്പെടുന്ന ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് ശനി 10-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതായത് കർമ്മഭാവത്തിലാണ് കണ്ടകശനി വരുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ വക്രഗതിയിലായിരുന്നതുകൊണ്ട് ശനിയെ കൊണ്ട് കാര്യമായ വിഷമതകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം വക്രഗതി മാറിയിട്ട് നേർഗതിയിലേക്ക് വരുമ്പം അനുഭവങ്ങൾ പതുക്കെ വ്യത്യാസപ്പെടും, തടസ്സങ്ങൾ തുടങ്ങും. കർമ്മഭാവമായ 10-ലെ കണ്ടകശനി തൊഴിൽ സംബന്ധമായ വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ അലസത, മടി, എത്ര ശ്രമിച്ചാലും സമയത്ത് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാതെ വരിക, ജോലിയിൽ ഉദ്ദേശിക്കുന്ന വൈദഗ്ധ്യം കാണിക്കാൻ പറ്റാതെ വരിക, പിന്നെ അങ്ങനെ മേലധികാരിയുമായിട്ടുള്ള സംഘർഷം വരെ അത് എത്തിച്ചേരാം. ചില സമയത്ത് അതായത് ജാതകത്തിലും ശനി ദോഷകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സസ്പെൻഷൻ പോലുള്ള അവസ്ഥകൾ പോലും ഈ സമയത്ത് ഉണ്ടാകാം. മറ്റൊരു വിഷമമെന്ന് പറയുന്നത് ഈ ഇടവക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക്, അതായത് കാർത്തികയുടെ അവസാനത്തെ 3/4 ഭാഗവും രോഹിണിയും മകയിരവും, ഈ 3 നക്ഷത്രക്കാർക്ക് വ്യാഴം ജന്മക്കുറി കൂടിയാണ് സഞ്ചരിക്കുന്നത്. ജന്മവ്യാഴം. ഈ ജന്മവ്യാഴം എന്ന് പറയുന്നത് മനസ്സിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല അനുഭവങ്ങളും നൽകുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ അനുകൂല ഗുണം ഒട്ടും തന്നെ അനുഭവത്തിൽ വരികയുമില്ല. പിന്നെ ഗുരുക്കന്മാരെ നിന്ദിക്കുക, സാധുജനങ്ങളെ ദ്രോഹിക്കുക തുടങ്ങിയ പാപകർമ്മങ്ങളിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ കുറേ തെറ്റ് ചെയ്യും ഇക്കാലത്ത്.
അതിൻ്റെ ഫലം പിന്നീട് അനുഭവിക്കേണ്ടതായിട്ടും വരും. ഇതാണ് ചുരുക്കം പറഞ്ഞാൽ. അറിഞ്ഞോ അറിയാതെയോ കുറേ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും നന്നായിട്ടൊന്ന് ആലോചിക്കുക, ഇത് എനിക്ക് ഗുണകരമാണോ, രണ്ട് മറ്റൊരാൾക്കിത് ദോഷകരമായിട്ട് വരുമോ, ദോഷകരമായിട്ട് വരുമെങ്കിൽ അതിന് മാറ്റം വരുത്തുക നമ്മുടെ സിസ്റ്റത്തിന്. അതുപോലെ തന്നെ നമുക്ക് ഗുണമില്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശനി മൂലക്ഷേത്രമായ കുംഭൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാരകദോഷങ്ങളൊന്നും ഉണ്ടാകുകയില്ല. വലിയ അപകടങ്ങളോ വലിയ ധനനഷ്ടമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ വലിയ മുതൽ മുടക്കുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. കാരണം എന്താണ്? കർമ്മഭാവത്തിൽ കണ്ടകശനിയാണ്. 2 വ്യാഴം ജന്മക്കൂറിലാണ്. വ്യാഴമാണല്ലോ ധനത്തിൻ്റെ കാരകൻ. അപ്പം ധനം കൈകാര്യം ചെയ്യുമ്പം വ്യാഴം ശുഭസ്ഥാനത്താണെങ്കിലല്ലേ അത് നമുക്ക് ഗുണകരമായിട്ട് വരുള്ളൂ. വ്യാഴവും ഗുണകരമല്ല, ശനിയും ഗുണകരമല്ലാതെ വരുന്നത് കൊണ്ടാണ് വലിയ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. പിന്നെ പാർട്ട്ണർഷിപ്പ് ഇടപാടുകളിൽ വ്യക്തമായ രേഖകൾ, അതുപോലെ തന്നെ അവകാശ സർട്ടിഫിക്കറ്റുകൾ, നമ്മുടെ ഷെയറിന് നമ്മുടെ ആ വ്യാപാരത്തിൽ നമ്മുടെ പോർഷൻ എത്രയുണ്ട് അതിനുള്ള കൃത്യമായ രേഖകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പുതിയ വ്യാപാര മേഖലകളിൽ കൈവെക്കുന്നവർ തീർച്ചയായിട്ടും വിദഗ്ധോപദേശം തേടേണ്ടതാണ്. ഓഹരി, ഊഹക്കച്ചവടം ഇവയ്ക്ക് സമയം അനുകൂലമല്ല. അങ്ങനെ പൊതുവിൽ ദൈവാധീനം കുറയും എന്നതുകൊണ്ട് തന്നെ ദീർഘകാല രോഗങ്ങളുള്ളവർ വിദഗ്ധ ഉപദേശം തേടേണ്ടതാണ്. നല്ല ഡോക്ടറെ അല്ലെങ്കിൽ നല്ല വൈദ്യനെ കണ്ട് ഉപദേശം തേടിയിട്ട് വേണം ചികിത്സകൾ നടത്താനായിട്ട്. ഇനി പരിഹാരങ്ങളിലേക്ക് നോക്കുമ്പോൾ ഈ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർ മാസത്തിലെ ആദ്യ ശനിയാഴ്ച ശാസ്താവിന് എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക, നീലപ്പട്ട് സമർപ്പിക്കുക, ശംഖുപുഷ്പം കൊണ്ട് അർച്ചന ചെയ്യുക. പക്കപ്പിറന്നാൾ വരുന്ന മാസത്തിലോ അല്ലെങ്കിൽ ആ മാസത്തിലെ ഏതെങ്കിലും ശനിയാഴ്ചയോ ശാസ്താവിന് എള്ളുപായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ 3-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ ചൊവ്വയുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദേവീക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ ചെയ്യണം. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ പൗർണമി ദിവസം ചന്ദ്രനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ സമയത്ത് ഗുണകരമാണ്. വെളുത്ത വാവിൻ്റെ അന്ന് ചന്ദ്രനെ ദർശിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ നവഗ്രഹ സ്തോത്രം ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എല്ലാ നക്ഷത്രക്കാരും ഏത് ഗ്രഹമാണോ നമുക്ക് അനുകൂലമല്ലാത്തത് അവയെ സ്തുതിക്കുന്ന സ്തോത്രങ്ങൾ, ഈ സ്തോത്രങ്ങൾക്കകത്തെല്ലാം ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥന ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അത് പല നല്ല അനുഭവങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് സ്തോത്രങ്ങൾ ജപിക്കണം എന്ന് പറയുന്നത്. സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ശബ്ദ ഊർജ്ജങ്ങളാണ്. അപ്പോൾ അവ നമുക്ക് പല രീതിയിൽ ഗുണകരമാകുന്ന രീതിയിലാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുക, നന്നായിട്ട് മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്തത് പിന്നെ കണ്ടകശനി വരുന്നത് ആർക്കാണെന്ന് നോക്കുമ്പോൾ മകവും പൂരവും ഉത്രത്തിൻ്റെ ആദ്യ പാദവും ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാർക്കാണ്. ചിങ്ങക്കൂറുകാർക്ക് 7-ാം ഭാവത്തിലാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പങ്കാളികളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അത് ഭാര്യ, ഭർത്താവ് തുടങ്ങിയവരെ സൂചിപ്പിക്കും. സുഹൃത്ത് ബന്ധങ്ങളെ സൂചിപ്പിക്കും. പങ്കാളിത്ത ബിസിനസ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള 7-ാം ഭാവത്തിൽ കൂടെയാണ് ചിങ്ങക്കൂറിൽപ്പെടുന്ന മകം, പൂര, ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടകശനിയാണ്. 7 ശനി എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ്. പിന്നെ ചിങ്ങത്തിൻ്റെ രാശ്യാധിപനായ സൂര്യനും ശനിയുമായിട്ടുള്ള ശത്രുതയുടെ ഫലം ഏറ്റവും നന്നായിട്ടിപ്പോൾ അറിയാൻ കഴിയുന്നത് ചിങ്ങക്കൂറുകാർക്കാണ്. 2 കാര്യമുണ്ട്. എന്താണ്? ഒന്ന്, ശനി സൂര്യൻ്റെ ശത്രുവാണ്. അപ്പം സൂര്യൻ്റെ ആധിപത്യമുള്ള രാശിയായ ചിങ്ങത്തിൽ ചിങ്ങക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് ശനി അത്ര ആനുകൂല്യങ്ങൾ ഇപ്പോൾ കൊടുക്കുകയില്ല ഈ സമയത്ത്. 2, സൂര്യനിപ്പം നീചരാശിയായ തുലാം രാശിയിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സൂര്യൻ്റെ പവർ നീചരാശിയിലായതുകൊണ്ട് കുറയും. ശനി ശക്തനാണ് കുംഭൻ രാശിയിൽ നിൽക്കുമ്പോൾ. അത് ചിങ്ങക്കൂറുകാരുടെ 7-ാം രാശിയുമാണ്. അപ്പോൾ ആ കോമ്പിനേഷൻസ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും പിന്നെ അധികാരം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നേരിടേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ സൂര്യൻ തുലാം രാശിയിൽ നിന്ന് വൃശ്ചികൻ രാശിയിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ മാറ്റം നടക്കുന്ന സമയത്ത് സൂര്യൻ തുലാം രാശിയിലായിരുന്നു, ശനിയുടെ വക്രഗതി മാറുന്ന സമയത്ത്. അപ്പോൾ എന്താണെങ്കിലും സൂര്യൻ ഈ നീചാവസ്ഥ പൂർണ്ണമായിട്ടും മാറുന്നത് വരെ, കാരണം ഒരു രാശിയിൽ നിന്ന് കടന്ന് 3-4 ദിവസം കൊണ്ടൊന്നും പൂർണ്ണമായിട്ടും അത് മാറുന്നില്ല. അപ്പം ആ നീച രാശിയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ സൂര്യൻ വീണ്ടും ശക്തനായിട്ട് വരും.
അപ്പോൾ ആ ഒരു നീചാവസ്ഥയിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്, നീചരാശി അവസ്ഥയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനി ഇപ്പോൾ ശക്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔദ്യോഗിക പദവി അല്ലെങ്കിൽ നമ്മുടെ അധികാരങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ നേരിടേണ്ടി വരും. തൊഴിലിലും സൗഹൃദ ബന്ധങ്ങളിലും ദാമ്പത്യത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇവിടെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അവിവാഹിതർക്ക് വിവാഹ നിശ്ചയം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. വിവാഹിതർക്ക് ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമാകാൻ ഇടയില്ല. പങ്കുകച്ചവടം മുതലായ സംരംഭങ്ങൾ ഗുണകരമാകാൻ സാധ്യതയില്ല. അവയൊന്നും ആരംഭിക്കാൻ പറ്റിയ ഒരു അനുയോജ്യ കാലവുമല്ല. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് അനിഷ്ടകരമായ സ്ഥലം മാറ്റം അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്നുള്ള സ്ഥാനമാറ്റം തുടങ്ങിയവ വരാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ വരാം. ഹൃദയ സംബന്ധമായിട്ടും ഉദര സംബന്ധമായിട്ടുമുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ വിദഗ്ധ ഉപദേശം തേടണം. നല്ലൊരു ഡോക്ടറെ അല്ലെങ്കിൽ നല്ല വൈദ്യനെ കണ്ട് ചികിത്സിക്കണം. അതുപോലെ ആയുർവേദമൊക്കെ ചെയ്യുന്നെങ്കിൽ പഥ്യമൊക്കെ കൃത്യമായിട്ട് പാലിക്കണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട എന്താണ്? ഈ മകം പൂരം ഉത്ര നക്ഷത്രക്കാർ സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കിടുന്നത് ഈ സമയത്ത് ഒട്ടുമേ പാടില്ല. കാരണം വിവാദങ്ങളുണ്ടാകും. അനാവശ്യ വിവാദങ്ങളിൽ നിന്നും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ സ്വന്തം രഹസ്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഒട്ടും പറ്റിയ അവസ്ഥയല്ല ഇത്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യരുത്. വഴിപാട് ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ശാസ്താവിനാണ്. അതോടൊപ്പം തന്നെ സൂര്യക്ഷേത്രം ഉണ്ടെങ്കിൽ സൂര്യന് അവിടെ വഴിപാട് ചെയ്യുക. സൂര്യനെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ സൂര്യ അനുഗ്രഹത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട്. ഇനി സൂര്യക്ഷേത്രം ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം വഴിപാട് ചെയ്യുക. ശനിദോഷം മാറാനായിട്ട് ശാസ്താവിന് വഴിപാട് ചെയ്യണം. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിദേവന് വഴിപാട് ചെയ്യണം. വൃശ്ചികമാസം ശാസ്താ പ്രാധാന്യമുള്ള വ്രതമാസം കൂടെ ആയതുകൊണ്ട് ഈ മാസത്തിലെ 4 ശനിയാഴ്ചകളിലും ശാസ്താവിനെ ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ശനി ഭഗവാന് എള്ളുതിരി തെളിയിക്കുക, ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കുക. പിന്നെ 10-ലെ വ്യാഴം മൂലമുള്ള തൊഴിൽ വിഷമത നീങ്ങാനായിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബ ദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അവിടെ പട്ട് സമർപ്പിക്കുക. പട്ട് നാണയവുമായിട്ട് സമർപ്പിക്കുന്നതാണ് നല്ലത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ നിവേദിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും ഒരു ബുധനാഴ്ച ശ്രീകൃഷ്ണന് വെണ്ണ നിവേദിച്ച് പ്രാർത്ഥിച്ചാൽ വിദ്യാസംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. ഇനി ഒരുപാട് വഴിപാടുകളുണ്ട്. അതെല്ലാം കൂടെ പറഞ്ഞ് കണ്ണവാനം ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും ചെയ്താൽ മതി. ഈ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്താൽ തന്നെ നമുക്ക് ദോഷങ്ങൾ മാറിയിട്ട് നല്ല ഫലങ്ങൾ കിട്ടും. ഇനി അടുത്തത് 4-ാം ഭാവത്തിൽ കണ്ടകശനി വരുന്ന, അതായത് ഈ കണ്ടകശനി എന്ന് പറഞ്ഞാൽ ജന്മം 4, 7, 10 ഇതാണ് കണ്ടക ഭാവങ്ങൾ. അതിനകത്ത് 4, 7, 10ൻ്റെയും കാര്യമാണ് പറയുന്നത്. അപ്പോൾ 4-ാം ഭാവത്തിൽ വരുന്ന ആർക്കാണ്? വൃശ്ചികക്കൂറുകാർക്കാണ്. വൃശ്ചികത്തിൻ്റെ 4-ാം ഭാവമാണ് കുംഭം. ഇപ്പം ശനി വക്രത്തിൽ നിന്ന് മാറി നേർഗതിയിൽ വന്നതുകൊണ്ട് വൃശ്ചികക്കൂറിൽപ്പെടുന്നവർക്ക് കണ്ടകശനിയുടെ അനുഭവങ്ങൾ വീണ്ടും ആരംഭിക്കും. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഈ 3 നക്ഷത്രക്കാർക്ക് ഈ കണ്ടകശനിയുടെ ഫലങ്ങൾ കുറേശ്ശെ അനുഭവപ്പെട്ടു തുടങ്ങും. കുടുംബാംഗങ്ങളുമായിട്ട് ഉള്ള ബന്ധങ്ങളിൽ അകൽച്ച വരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ട സാഹചര്യം സംജാതമായേക്കാം. നല്ലതിനായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നന്മ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അയാൾ അങ്ങനെയാണോ മനസ്സിലാക്കുന്നതെന്നും കൂടെ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നമുക്ക് പ്രതികൂലമായിട്ട് അയാൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ബന്ധുജനങ്ങളുടെ വിയോഗമുണ്ടാകാൻ സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായിട്ടോ കോടതി സംബന്ധമായിട്ടോ ഉള്ള കാര്യങ്ങളിൽ പ്രതികൂല അനുഭവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. എല്ലാ കേസുകളും ജയിക്കണമെന്നില്ല. വ്യാപാര രംഗത്ത് മത്സരങ്ങളും ശത്രുതാപരമായ നീക്കങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ശത്രുക്കൾ കുറച്ച് പ്രബലരാകും. അതായത് പതിവിലും കഴിഞ്ഞ് ശക്തി കാണിക്കും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്, വാഹനം എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. കടബാധ്യതകളുടെ തിരിച്ചടവ് സംബന്ധമായിട്ട് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അതായത് നോട്ടീസൊക്കെ വരാം ബാങ്കിൽ നിന്നൊക്കെ. അതൊന്ന് കരുതുക. പുതിയ ബിസിനസ് തുടങ്ങാൻ ഇവർക്ക് കാലം അനുയോജ്യമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യാഴം 7-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ ഒരു പിന്തുണ ലഭിക്കുന്നതാണ്. വീട്ടിൽ നിന്ന് പലപ്പോഴും മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായാലും പങ്കാളിക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. കൃഷിയിൽ നിന്നുള്ള ആദായം കുറയാൻ സാധ്യതയുണ്ട്. ചില വിളകൾക്ക് നാശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. വലിയ മഴ പെയ്തിട്ടോ
കാറ്റടിച്ചിട്ടുമൊക്കെ വിളനാശം ഉണ്ടായേക്കാം കൃഷിക്കാർക്ക്. ശനി കൃഷിയുടെ നാഥനും കൂടെയാണ്. അപ്പോൾ ശനി ദോഷകരമായ ഭാവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൂടെ ഉണ്ടാകാം. അതിലൂടെ ധനനഷ്ടം ഉണ്ടാകാം. പിന്നെ പഴയ കൂട്ടുകാർ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 9-ൽ നിൽക്കുന്ന ചൊവ്വ പിതൃജനങ്ങൾക്ക് രോഗാദി ദുരിതങ്ങൾ വരുത്തിയേക്കാം. അതുമൂലം ധനച്ചെലവും ഉണ്ടാകും. ബാങ്കിൽ നിന്നോ അധികാര സ്ഥാനങ്ങളിൽ നിന്നോ നോട്ടീസ് ലഭിക്കാനും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന് വിഷമങ്ങൾ നേരിടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ വൃശ്ചിക കൂറിൽ വരുന്ന വിശാഖം, അവസാനപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ. അപ്പോൾ അവർ ചെയ്യേണ്ട വഴിപാടുകൾ എന്താണ്? ശാസ്താവിന് നീരാഞ്ജനം ചെയ്യുക, നെയ്വിളക്ക് സമർപ്പിക്കുക. ശാരീരികമായ അസ്വസ്ഥതകൾ പിന്നെ അലച്ചിലുകളൊക്കെ ഉണ്ടാകുമ്പോൾ മഹാദേവനെ നിത്യവും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ധാര വഴിപാട് ചെയ്യുക. മനസ്സമാധാനക്കുറവ് തോന്നിയാൽ മഹാദേവന് ധാര ചെയ്താൽ മതി, അത് മാറിക്കോളും. പിന്നെ മാതാപിതാക്കൾക്ക് വരുന്ന അസുഖങ്ങൾ മാറാനായിട്ട് മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന നൽകുക. അവരുടെ പേരും നാളും പറഞ്ഞ് അർച്ചന കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണ സമയത്ത് കുറഞ്ഞത് 18 തവണയെങ്കിലും ഓം നമഃ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി ജപിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ മാസത്തിലെ 1-2 ദിവസമൊക്കെ ഒന്ന് ക്ഷേത്രത്തിൽ പോവുക. ഈ പറഞ്ഞ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. പിന്നെ സർപ്പദൈവങ്ങൾ കൂടെ ഒരു വിളക്ക് തെളിയിക്കുന്നത് നല്ലതാണ് അവർക്ക്. ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ സമർപ്പിക്കുക. അത് വിദ്യാർത്ഥികൾക്ക് വളരെ ഗുണകരമാണ്, ഉദ്യോഗസ്ഥർക്ക് വളരെ ഗുണകരമാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട്, മനപ്രയാസമൊക്കെ ഉണ്ടായാൽ ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിച്ചാൽ ഐശ്വര്യങ്ങളുണ്ടാകാൻ അതും ഏറ്റവും നല്ലതാണ്. അപ്പം ഈ വലിയ വഴിപാടുകളിലേക്ക് നമ്മൾ പോകേണ്ട, ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. മനസ്സുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ രൂപം മനസ്സിൽ കണ്ടു തന്നെ പ്രാർത്ഥിക്കുക. ഫലം കിട്ടും, തീർച്ചയാണ്. അടുത്ത കർക്കിടകക്കൂറാണ്. അതായത് പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവും. പുണർദത്തിൻ്റെ അവസാന 15 നാഴിക, പൂയം, ആയില്യം, ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ കാലമാണ്. 8-ൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അഷ്ടമശനിയിൽ കഷ്ടാനുഭവങ്ങളുണ്ടാകും എന്നാണ് ചൊല്ല്. പക്ഷേ കുംഭൻ രാശിയിലെ ശനി ആയതുകൊണ്ട് തന്നെ ഈ കഷ്ടാനുഭവം എന്ന് പറയുമ്പം വലിയ മാരകദോഷങ്ങളും വലിയ രോഗങ്ങളും ഒന്നും ഉണ്ടാകുകയില്ല, വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ ഇതെല്ലാം നമ്മളെ സ്പർശിച്ച് കടന്നു പോകും. ചെറിയ ചെറിയ അപകടങ്ങൾ, മുറിവുകൾ പറ്റുക, ചെറിയ മുറിവും ചതവൊക്കെ ഉണ്ടാകുക, ചെറിയ സംഘർഷങ്ങളുണ്ടാകുക, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, ഇതൊക്കെ നമുക്ക് പ്രയാസം അതേസമയത്ത് തന്നെ ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ അഷ്ടമശനി ദോഷകരമാണെങ്കിലും കർക്കിടകക്കൂറുകാരുടെ കാര്യം ഞാൻ ഏറ്റവും ഒടുവിലാക്കിയതിനൊരു കാരണമുണ്ട്. വ്യാഴം 11-ൽ അനുകൂലമായിട്ട് സഞ്ചരിക്കുകയാണ്. 11-ലെ വ്യാഴം എന്ന് പറയുന്നത് ഏറ്റവും ശുഭകരമായ ദൈവാനുഗ്രഹമുള്ള സമയമായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ദോഷം ഉണ്ടാകുകയില്ല. ദൈവാധീനം ഉള്ളതുകൊണ്ട് തന്നെ വലിയ ആപത്തുകളൊന്നും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്കൊക്കെ വളരെ സംരക്ഷണം ലഭിക്കുന്ന കാലവുമാണ്. അപ്പോൾ ശനിയുടെ ദോഷം ഉണ്ടാകുമെങ്കിലും വ്യാഴത്തിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് വലിയ ഭയത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് അവസാനം പറഞ്ഞത്. പക്ഷേ ശനിയുടെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ ശനിയുടെ വക്രാവസ്ഥയുടെ കാലത്ത് കുറഞ്ഞിരുന്ന പല ദോഷങ്ങളും ഇപ്പം വക്രം മാറി നേർഗതിയിലായപ്പം വീണ്ടും തുടങ്ങും. വൈദ്യുതി, വാഹനം, യന്ത്രങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിക്കണം. മുറിവ് ചതവുകളൊക്കെ ഉണ്ടാകാം. യാത്രയും അലച്ചിലുകളും വർദ്ധിക്കും. പിന്നെ പുതിയ സംരംഭങ്ങൾക്ക് പറ്റിയ ഒരു സമയമല്ല. പക്ഷേ അതേ സമയത്ത് തന്നെ അവിവാഹിതരായ യുവാക്കൾക്ക് അനുകൂലമായ വിവാഹങ്ങൾ ഒത്തുവരാനുള്ള സാധ്യതയുണ്ട്. വിവാഹ നിശ്ചയം ഈ സമയത്ത് നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. സർക്കാർ കോടതി കാര്യങ്ങളിൽ പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ജോലി സ്ഥലത്ത് ശിക്ഷാ നടപടികൾക്ക് വിധേയനാകേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് ജോലിയിൽ തരം താഴ്ത്തപ്പെടുകയോ സ്ഥാനമാറ്റം ഉണ്ടാകുകയൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്രതീക്ഷിതമായ തിരിച്ചടികളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് വിദേശ ജോലിക്കാർക്ക് ജോലി നഷ്ടമോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ശമ്പളം അല്പം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി ഉണ്ടായേക്കാം. വ്യക്തിബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ എപ്പോഴും മിതത്വം പാലിക്കുക. സംസാരം കൊണ്ടാണ് ഈ അപകടം ഉണ്ടാകാൻ, അതായത് വ്യക്തിബന്ധങ്ങളിലുള്ള അകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് സംസാരം മോശമാകുന്നതിലൂടെ. വിശ്വാസവും കഠിനാധ്വാനവും അതിലൂടെ നമ്മൾ പ്രതിസന്ധികളെയൊക്കെ മറികടക്കുക. നല്ല ആത്മവിശ്വാസം, ഈശ്വരവിശ്വാസം, തൻ്റെ കഴിവുകളിലുള്ള നല്ല
ഉറച്ച നമ്മുടെ മനസ്സിൻ്റെ ഒരു ഉറച്ച സ്ഥിതി, പിന്നെ ലക്ഷ്യബോധം, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഈ വ്യാഴം അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കുംഭൻ രാശിയിലാണ് ശനി നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അഷ്ടമശനിയാണെങ്കിൽ പോലും ഏതൊരു കാര്യത്തിലും വഴി തെളിഞ്ഞ് കിട്ടുന്നതാണ്. ഇനി വഴിപാടുകളെ പറ്റി നോക്കുമ്പം മാസത്തിലെ ആദ്യ ശനിയാഴ്ച ശാസ്താവിന് എള്ളുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുക, ശംഖുപുഷ്പം കൊണ്ടുള്ള മാല സമർപ്പിക്കുക, അല്ലെങ്കിൽ തുളസി കൊണ്ടുള്ള അർച്ചന സമർപ്പിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക. അങ്ങനെ എള്ളുപായസം സമർപ്പിക്കാനുള്ള പൈസയുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഈ വൃശ്ചിക മാസത്തിലെ ഏതെങ്കിലും ഒരു ശനിയാഴ്ച എള്ളുപായസം വഴിപാടായിട്ട് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ശനി ഭഗവാന് എള്ളുതിരി തെളിയിക്കുക, അതുപോലെ തന്നെ വ്യാഴത്തിനും തിരി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. വ്യാഴത്തിന് നെയ്വിളക്കാണ് തെളിയിക്കേണ്ടത്, ശനിക്ക് എള്ളുതിരിയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കുടുംബ പുരോഗതിക്കായിട്ടും മക്കളുടെ പുരോഗതിക്കായിട്ടൊക്കെ കുടുംബദേവതയ്ക്ക് പട്ടും നാണയവും സമർപ്പിച്ച് ഒരു വിളക്കൂടെ തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഈ കുടുംബക്ഷേത്രത്തിൽ കെടാവിളക്കുണ്ടെങ്കിൽ അതിൽ എണ്ണ സമർപ്പിക്കുന്നത് നല്ലതാണ്. ശാരീരികമായ വിഷമതകൾ മാറാനായിട്ട് മഹാദേവന് വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. വ്യാഴപ്രീതിക്കായിട്ട് വിഷ്ണു ഭഗവാന് താമരമാല, താമര ഇതൾ കൊണ്ട് അർച്ചന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ധനഭാവം പുഷ്ടിപ്പെടാനും സഹായകരമാണ്. പിന്നെ ചൊവ്വയുടെ ഒരു പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചൊവ്വ നമുക്ക് അനുകൂലമാകാൻ വേണ്ടിയിട്ട് ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് അല്ലെങ്കിൽ ദോഷകരമല്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇതാണ് നമുക്ക് ഈ ശനിയുടെ വക്രം മാറിയിട്ട് നേർഗതിയിലോട്ടാകുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പ്രതികൂലമായ അനുഭവങ്ങളെപ്പറ്റി പറയാനുള്ളത്. പൂർണ്ണമായിട്ടും പ്രതികൂലമല്ല എങ്കിൽ പോലും ഇതുവരെയുള്ള ജീവിതത്തെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളായതുകൊണ്ടാണ് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഏതായാലും മാർച്ച് 29 ആകുമ്പോഴത്തേക്കും, അതായത് ഏതാണ്ട് ഒരു 4.5 മാസം കഴിയുമ്പോഴത്തേക്കും ശനി അടുത്ത രാശിയിലേക്ക് കടക്കും. അപ്പോൾ അതിനിടയിലുള്ള അനുഭവങ്ങളാണ് ഏകദേശം ഗ്രഹചാര ഫലത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത്. പൂർണ്ണമായിട്ടും നമുക്ക് ഗ്രഹചാര ഫലം പറയണമെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും പറയേണ്ടതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്ത പ്രധാന ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞത്. എങ്കിലും എല്ലാം തന്നെ ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. അനുഭവങ്ങൾ പറയുമ്പോൾ എല്ലാം ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. ഓരോന്നിൻ്റെ എടുത്ത് പറയാത്തത് കൊണ്ടാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പതിവ് പോലെ നിങ്ങളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വഴിപാടുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുക. വൃശ്ചിക മാസമായതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ശാസ്താവിന് സമർപ്പിക്കേണ്ടതാണ്. ഒരു വിളക്ക് തെളിയിച്ചെങ്കിലും പ്രാർത്ഥിക്കണം. ഈ മാസം കുറഞ്ഞത് ഒരു ദിവസമെങ്കിലും, പറ്റുമെങ്കിൽ 4 ആഴ്ചകളിലും ഓരോ ദിവസമെങ്കിലും ക്ഷേത്ര ദർശനം നടത്താനായിട്ട് ശ്രദ്ധിക്കുക. വിഷമങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നതാണ്. ശനി ദോഷം മാറ്റാൻ ഏറ്റവും ഉത്തമമാണ് ശാസ്താമന്ത്രം ജപിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും. അപ്പോൾ എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങളുണ്ടാകട്ടെ. എല്ലാവർക്കും ധനഭാഗ്യയോഗവും സന്താനങ്ങൾക്ക് ഗുണകരമായ അവസ്ഥകളും അച്ഛനമ്മമാർക്കും നിങ്ങൾക്കുമൊക്കെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സഹകരണങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.